പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ വിഷയം ക്രൈസ്തവർ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം. അതാണ് ഇന്നത്തെ വിഷയം. ക്രൈസ്തവർ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം. ഇവിടെ നമ്മൾ വേദവാക്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം, അതിലെന്താ പറയുന്നത്? പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. അപ്പം എന്താണ്? വിധവമാരെയും അനാഥരെയുമായ ആളുകളെ സഹായിക്കുക, അവരെ ശുശ്രൂഷിക്കുക. പക്ഷേ അവരെ സഹായിക്കുമ്പോൾ ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളണം എന്നാ പറയുന്നത്. വിധവമാരെ വീട്ടിൽ കയറി അവരെ സഹായിക്കാൻ ചെന്ന് പിന്നെ അവിടെ പ്രശ്നം ഉണ്ടാക്കരുത് എന്നാണ് ബൈബിളിൽ ഇവിടെ പറയുന്നത്. വളരെ വ്യക്തമായിട്ട് അതാണ് പറയുന്നത്. പ്യൂർ ആൻഡ് undefiled religion before God and the Father is this: to visit orphans and widows in their trouble and to keep oneself unspotted from the world. അതാണ്, ഒരു തരത്തിലുള്ള കുത്തുപുള്ളിയും ഒരു കരടും കുടുങ്ങരുത് നമ്മളെ പ്രവൃത്തിയിൽ എന്നാണ് ഇവിടെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തതെന്താ നോക്കാം നമുക്ക്. യാക്കോബ് തന്നെയാണ് യാക്കോബിൻ്റെ ഈ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നത്. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വക ഇല്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവനോട് അല്ലെങ്കിൽ അവരോട് സമാധാനത്തോടെ പോയി തീ കാഞ്ഞുകൊള്ളുവിൻ, ദേഹത്തിന് വേണ്ട ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചുകൊള്ളുക എന്ന് അവർക്ക് ഉപദേശം കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ഇവിടെ ബൈബിൾ പറയുന്നത്. One of you says to them, depart in peace, be warmed and filled, but you do not give them the things which are needed for the body. What does it profit? Thus also faith by itself, if it does not have works, is dead. അതാ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള പ്രവൃത്തി അത് പ്രവൃത്തിയല്ല, ജീവനുള്ള പ്രവൃത്തിയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടെ ഞാൻ വായിക്കാതെ. If a brother or sister is naked and destitute of daily food, and one of you says to them, depart in peace, be warmed and filled, but you do not give them the things which are needed for the body, what does this profit? അപ്പോൾ ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വക ഇല്ലാത്തവരുമായിരിക്കും നിങ്ങളിൽ ഒരുത്തൻ അവനോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ എന്തുപകാരമാണുള്ളത് എന്നാണ് ബൈബിൾ പറയുന്നത്. ഇത് വളരെ നമ്മുടെ ഇടയിലുള്ള വലിയ ഒരു സുവിശേഷ ഭാഗമാണ്.
രോഗിയെ കിടക്കുന്നവർ വീട്ടിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കും, വളരെ ഭംഗിയായി പ്രാർത്ഥിക്കും. പാട്ടും പ്രാർത്ഥനയൊക്കെ ആയി, ദൈവസ്തുതിയൊക്കെ ആയി, അവസാനം നമ്മളെന്ത് ചെയ്യും? നമ്മളിങ്ങോട്ട് പോരും. അവരോടൊക്കെ ഒരു ഉപദേശം കൊടുക്കും. നിങ്ങൾ നേരത്തിന് നിങ്ങൾ ഭക്ഷണം കഴിക്കണം, നിങ്ങൾ മരുന്ന് കഴിക്കണം കൃത്യമായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുത്ത് നമ്മളിങ്ങോട്ട് പോരും. അതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത് എന്നാണ് ഇവിടെ നമ്മളോട് ദൈവം ചോദിക്കുന്നത്. ഇനി മറ്റൊന്ന്, 4-ാം അധ്യായത്തിൽ 11-ാം വാക്യം നോക്കാം. യാക്കോബ് തന്നെയാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? സഹോദരന്മാരെ, അന്യോന്യം ദൂഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. 11-ാം വാക്യം 4:11. Do not speak evil of one another, brethren. He who speaks evil of a brother and judges his brother speaks evil of the law and judges the law. But if you judge the law, you are not a doer of the law but a judge. There is one lawgiver who is able to save and to destroy. Who are you to judge another? അപ്പോൾ ഇവിടെ പറഞ്ഞത്, നിൻ്റെ സഹോദരനെ നീ വിധിക്കരുത്, നിങ്ങൾ അന്യോന്യം ദുഷിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ അന്യോന്യം ദോഷപ്രവർത്തികൾ ചെയ്ത് ജീവിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും അരുത്, അവനെ വിധിക്കുകയും ചെയ്യരുത്. അവൻ്റെ കുറ്റങ്ങൾ, എൻ്റെ കണ്ണിൽ ഞാൻ വലിയൊരു കോല് വെച്ചിട്ട് മറ്റവൻ്റെ കണ്ണിലെ കരടിനെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കുറ്റം ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, അത് പാടില്ല. അതുപോലെ തന്നെ ഈ ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. അപ്പോൾ നമ്മോട് ചെയ്യാൻ പറഞ്ഞത് വിധിക്കാനല്ല, വിധിക്കാൻ ദൈവം വിധിച്ചോളൂ. നാം അവന് സഹായം വല്ലതും ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അതിൻ്റെ അർത്ഥം അതാണ്. ഇനി അടുത്തത് 5:9 നോക്കാം. 5:9 എന്താ പറഞ്ഞത്? സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിക്കുവാൻ ഒരുവൻ്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. അപ്പോൾ സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിക്കുവാൻ, അതായത് നിങ്ങൾ ശിക്ഷിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മറ്റൊരുവനെ അവൻ്റെ കുറ്റം ചൂണ്ടിക്കാണിച്ച് അവനെ നിങ്ങൾ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ ശിക്ഷിപ്പിക്കാൻ നടക്കരുത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 5:10, 5:9. Do not grumble against one another, brethren, lest you be condemned. Behold, the judge is standing at the door. My brother, take the prophets who spoke in the name of the Lord as an example of suffering and patience. അപ്പോൾ മുൻപുള്ള പ്രവാചകരെ പോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ട് നമുക്കത് നോക്കണ്ട. ഡു നോട്ട് ഗ്രംബിൾ അഗെയിൻസ്റ്റ് വൺ അനദർ. നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യരുത്? ദുഷിക്കരുത്. അല്ലെങ്കിൽ അന്യോന്യം നിങ്ങൾ ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളെ സ്നേഹിതനെ ആട്ടെ, നമ്മളെ അയൽക്കാരനെ ആട്ടെ, നമ്മളെ കൂട്ടുകാരനെ ആട്ടെ, ആരെ ആട്ടെ, അവരെ നാം ദുഷിക്കരുത്. അവരെ കുറ്റം ചൂണ്ടിക്കാണിച്ച് അവരെ പല വിധത്തിലും സമൂഹ മധ്യത്തിൽ ദ്രോഹിക്കുക എന്നുള്ള ആ അവസ്ഥയിൽ നിന്നും നാം മാറി നിൽക്കണം എന്നാണ് ബൈബിൾ നമ്മോട് പറയുന്നത്. അടുത്തെന്താ നമുക്ക് നോക്കാം. 5:14-16. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുവേൻ. അപ്പോൾ നമ്മൾ രോഗികളെ ചെന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? നാം അവനോട് ചെയ്തു പോയ തെറ്റുകൾ അവനോട് ക്ഷമ ചോദിച്ചുകൊണ്ടും
അവൻ നമ്മോട് ക്ഷമ ചോദിച്ചുകൊണ്ടും അന്യോന്യം നാം പുറത്തും നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചും കൊണ്ട് വേണം രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്നാലേ അവൻ്റെ രോഗം സൗഖ്യമാക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ രോഗികളെ കാണാൻ പോകുന്നത് എന്താണ്? നമ്മൾക്ക് വിരോധമുള്ള ആളായാലും ശരി, നമ്മളെ ദ്രോഹിയായാലും ശരി, നമ്മൾ അവനെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണും. ഇവൻ്റെ സൂക്കട് എത്ര വരെ എത്തിയിട്ടുണ്ട്, ഉടനെ കാഞ്ഞു പോകുമോ, ഉടനെ തന്നെ അങ്ങ് എടുക്കുമോ, കെട്ടിയെടുക്കുമോ എന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് കണ്ട് ആശ്വാസവാക്കും പറഞ്ഞ് ചിരിച്ചു പോരുക നമ്മൾ ചെയ്യുന്നത്. അതല്ല ഇവിടെ ചെയ്യേണ്ടത്. നിങ്ങൾ രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുവൻ. അപ്പോൾ നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എങ്ങനെ? നിങ്ങളെ പാപങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്ത് തെറ്റുള്ള അന്യോന്യം ക്ഷമിക്കുകയും അന്യോന്യം സ്നേഹം പ്രകടിപ്പിക്കുകയും ആ സ്നേഹത്തിലോട് വേണം പ്രാർത്ഥിക്കാൻ എന്നാണ് ഇവിടെ പറയുന്നത്. 16. Confess your trespasses to one another and pray for one another that you may be healed. The effective, fervent prayer of a righteous man avails much. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. Confess your trespasses to one another and pray for one another that you may be healed. The effective, fervent prayer of a righteous man avail much. അപ്പോൾ അതാണ് നീതിമാനായ മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്കാണ് ഇവിടെ വില കൽപ്പിച്ചിട്ടുള്ള ദൈവം. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ഹൃദയം തുറന്ന് നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നാം നമ്മുടെ രോഗിയെ ചെന്ന് കാണണം, അവനുമായി സംസാരിക്കണം. അടുത്തത് പത്രോസ് 1 പത്രോസ് 1:22 എന്താണെന്ന് നമുക്ക് നോക്കാം. 1 പത്രോസ് 1:22. എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. എങ്ങനെയാണ്? എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഒറ്റു സ്നേഹിപ്പിൻ. ഇതാണ് ഇവിടെ അടുത്ത് പറയുന്നത്. 22 Peter 22. Since you have purified your souls in obeying the truth through the Spirit in sincere love of the brethren, love one another fervently with a pure heart. Since you have purified your souls in obeying the truth through the Spirit in sincere love of the brother, love one another fervently with a pure heart. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്തത് എന്താണ്? അടുത്തത് 2:17 നോക്കാം എന്താന്ന്. പത്രോസ് 1 പത്രോസ് 2:17. എന്താ പറയുന്നത്? എല്ലാവരെയും ബഹുമാനിപ്പിൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ, ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിപ്പിൻ. അതുപോലെ സ്വതന്ത്രരെയും സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറക്കാതെയും ദൈവത്തിൻ്റെ ദാസന്മാരായും നടപ്പിൻ. സകല മാനുഷ നിയമത്തിനും കർത്താവിൽ നിയമം കീഴടങ്ങുവിൻ. അപ്പോൾ സകല മാനുഷ നിയമത്തിനും കർത്താവിന് കീഴടങ്ങുവിൻ. പിന്നെ പറയുന്നത്, വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക്, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പിൻ എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കത് നോക്കാം. 2 പത്രോസ് 2:13-17.
Therefore, submit yourselves to every ordinance of man of the Lord's sake, whether to the king as supreme, or to governors as to those who are sent by him for the punishment of evildoers and for the praise of those who do good. For this is the will of God, that by doing good you may put to silence the ignorance of foolish men. So as free, ye not using liberty as a cloak for vice, but as bond servants of God. Honor all people, love the brotherhood, fear God, honor the king. വളരെ വ്യക്തമായിട്ടൂടെ പറഞ്ഞു, therefore submit yourself to every ordinance of man for the Lord's sake. ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾ മേലധികാരികളെ നിങ്ങളനുസരിച്ച് നടപ്പിൻ, സകല മാനുഷ നിയമത്തിനും കർത്താവിനും കീഴടങ്ങുവിൻ. അപ്പോൾ സകല മാനുഷ നിയമം നമുക്കിവിടെ പറയുന്നുണ്ട്. നമ്മളെ സിവിൽ കോഡ്, ക്രിമിനൽ കോഡ്, നമ്മളെ ഫണ്ടമെൻ്റൽ റൈറ്റ്സൊക്കെ നമുക്ക് അറിയാലോ. നമുക്ക് പീനൽ കോഡൊക്കെ അറിയാം. അതിൽ ക്രിമിനലും സിവിലും ഒക്കെ അതാർക്ക് വേണ്ടിയുള്ളതാണ്? അത് കുറ്റം ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. അപ്പോൾ കുറ്റം ചെയ്യാതിരിക്കാൻ ഈ നിയമങ്ങളനുസരിച്ച് നമ്മൾ നടക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ സകല മനുഷ്യനും മറ്റൊന്ന് എല്ലാവരെയും ബഹുമാനിപ്പീൻ, നിങ്ങളെല്ലാവരെയും ബഹുമാനിപ്പീൻ എന്നാണ് പറഞ്ഞത്. ഹോണർ ഓൾ പീപ്പിൾ, ലവ് ദ ബ്രദർഹുഡ്, ഫിയർ ഗോഡ്, ഹോണർ ദ കിങ്. അതുപോലെ ദൈവത്തെ നിങ്ങൾ അനുസരിപ്പിൻ, സ്നേഹിപ്പിൻ. അതുപോലെ നിങ്ങളെ ഭരിക്കുന്ന രാജാവിനെയും നിങ്ങൾ ബഹുമാനിക്കുവിൻ. അപ്പോൾ ഇവരൊന്നും നമ്മളെ അവഗണിക്കരുത്. അവഗണിച്ചാൽ നമ്മൾ ഈ വിവരം അറിയും എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടി കൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സാണ് നിങ്ങൾക്കുള്ളത്? ഇപ്പോൾ നമ്മൾ തെറ്റ് ചെയ്ത് കുറേ അടി കൊണ്ട് നമ്മൾ വേദനിച്ച് കരഞ്ഞുകൊണ്ട് അവനെക്കുറിച്ച് ആരും നല്ലത് പറയുമോ? അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ അവനെ ശിക്ഷിക്കുന്നത്. നേരെ മറിച്ച് നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ നമ്മൾ നന്മ ചെയ്യും, ആൾക്ക് സഹായം ചെയ്യുകയും മറ്റു പല വിധത്തിലായ ഉപകാരങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് പല വിധത്തിലും നമുക്ക് ഉപദ്രവമായും വരാം. അങ്ങനെ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് വേണ്ടി അത് തീർച്ചയായിട്ടും അവന് നന്മയായി ഭവിക്കും എന്നാണ് മറ്റൊരു ഇടത്തിലൂടെ പറയുന്നത്. അതായത് 20-ാം വാക്യം, ഫോർ വാട്ട് ക്രെഡിറ്റ് ഈസ് ഇറ്റ് ഇഫ് when you are beaten for your faults you take it patiently, but when you do good and suffer, if you take it patiently, this is commendable before God. അതാണ് തെറ്റ് ചെയ്യാതെ നാം നന്മ ചെയ്യുന്നു, ശരി ചെയ്യുന്നു, പക്ഷേ തെറ്റായി വ്യാഖ്യാനിക്കുന്നു, തെറ്റായി നമ്മളെ കരുതപ്പെടുന്നു. അങ്ങനെ ശിക്ഷയിലേക്ക് നമ്മളെ വലിച്ചടിച്ച് കൊണ്ടുപോകുന്ന പല സാഹചര്യം നമ്മുടെ ഇടയിലുണ്ട്. അത്തരം കാര്യങ്ങളിൽ നാം ഭയപ്പെടേണ്ടതില്ല. ആ വേദനയെ നമ്മൾ സഹിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 3:8-9 നോക്കാം. യെസ്, 9 മതി. ദോഷത്തിന് ദോഷം, ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ദോഷത്തിന് ദോഷം ചെയ്യാതിരിക്കുക, നിങ്ങളെ ശകാരിക്കുന്നവനെ ശകാരിക്കാതിരിക്കുക, അവന് പകരം ചെയ്യാതിരിക്കുക, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുക എന്നാണ് ഇവിടെ നമ്മളെ ബൈബിൾ ഉപദേശിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരോട് നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മളെ ഉപദേശിക്കുന്നത് ദൈവം. നോ റിട്ടേണിങ് ഈവിൽ ഫോർ ഈവിൽ ഓർ റിവീലിംഗ് ഫോർ റിവീലിംഗ്, ബട്ട് ഓൺ ദ കോൺട്രാറി ബ്ലെസ്സിങ്, knowing that you were called to this, that you may inherit a blessing. For he who would love life and see good days, let him refrain his tongue from evil and his lips from speaking deceit. Let him turn away from evil and do good,
let him seek peace and pursue it. For the eyes of the Lord are on the righteous, and his ears are open to their prayers. But the face of the Lord is against those who do evil. അപ്പോൾ നന്മ ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അവൻ എപ്പോഴും ദൈവത്തിൻ്റെ കൺമുമ്പിലുണ്ടായിരിക്കും. ദുഷ്ടത പ്രവർത്തിക്കുന്നവന് ദൈവം വെറുക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും മതി. ഇത് പറയുകയാണെങ്കിൽ ഉപദേശങ്ങൾ ഇവിടെ ആയിരക്കണക്കിന് ഉപദേശങ്ങളാണ്, പറഞ്ഞാൽ തീരാത്ത വണ്ണം. അതുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഉപദേശങ്ങളനുസരിച്ച് നാം നമ്മുടെ അയൽക്കാരോട്, സഹോദരങ്ങളോട്, നമ്മളെ രാജ്യത്തെ സകല മനുഷ്യരോടും ഇങ്ങനെ പെരുമാറണമെന്നാണ് ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.